പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ഇന്ന് ദൈവാത്മാവ് ശക്തമേറിയ ഒരു ദൈവവചന ചിന്ത എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷകളിലേക്ക്, ആ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന വേണ്ടവരെല്ലാം ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തോ. എനിക്കറിയാം, ഈ ഒരു സീസണിൽ പല വ്യക്തികളും ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ കരം അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. എവിടെയൊക്കെ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറലായ കരം ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ മൊത്തം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ ഇസ്രായേൽ ജനം മാറയുടെ മുമ്പിൽ നിന്നു, വെള്ളം കയ്പായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അതിനു മുമ്പ് ഒരു വൃക്ഷത്തെ ദൈവം അവിടെ ഒരുക്കി വെക്കുവാനിടയായി. ഇന്ന് നിങ്ങൾ ഒരു വിഷയത്തിലേക്ക് അകപ്പെടുന്നതിന് മുമ്പ് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. ആമേൻ. അങ്ങനെ എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കുചേരുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊരു വിഷയത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അതിനുള്ള സൊല്യൂഷൻ എൻ്റെ ദൈവം മുൻപേ കണ്ടിട്ടുണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതു വിഷയത്തിനും ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്നെന്റെ ശബ്ദം കേട്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ജനത്തിന്റെ നടുവിൽ ആമേൻ, അത്ഭുതത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. അത്ഭുതത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഒരു സൂപ്പർ നാച്ചുറലായ ദൈവകരം ഈ ജനത്തോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ലാതെ എന്നെ കേൾക്കുന്നവരുണ്ട്. ആമേൻ. എല്ലാം ഉണ്ട്, ജീവിതത്തിന്മേൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിന്മേൽ ഉറക്കമില്ലാതെ എന്നെ കേൾക്കുന്നവരുണ്ട്. അവരുടെ മേൽ ഒരു ഡിവൈനാകുന്ന ഹീലിംഗിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുകയാണ്. സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവം അത് ചെയ്തിരിക്കുകയാൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമ്മളുടെ ശുശ്രൂഷകൾ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക്, ആമേൻ, ദൈവം അനുവദിക്കുന്ന ദിവസങ്ങൾ തിങ്കൾ തൊട്ട് ശനി വരെ രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ, പ്രവചന സന്ദേശങ്ങൾ നമ്മൾ കൈമാറുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ആമേൻ, യേശുവിനോട് ഒരുമിച്ച് നമ്മൾ ആമേൻ ലൈവ് ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട്. അനേകർക്ക് ഈ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിന്മേലും ഇതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആമേൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഫോളോ ചെയ്തോ. ആമേൻ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണ്, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങളായി തീരുകയാണല്ലോ. ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ആ ദൈവിക സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ബൈബിൾ
ഉള്ളവരൊക്കെ ഒന്ന് എടുത്തോ. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ആമേൻ. ആ ഒറ്റ വേർഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചത്, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അലൗ ചെയ്യുക, അവനെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് ദൈവമാണ്, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ആമേൻ. ഒന്നാമത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നാൽ, ആമേൻ, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവന്റെ ഹൃദയത്തെ ദൈവം മാറ്റും. ആമേൻ. പരിശുദ്ധാത്മാവ് കോപത്തെയും, ആമേൻ, പരിശുദ്ധാത്മാവ് കോപത്തെ സമാധാനവും, ആമേൻ, കയ്പിനെ ക്ഷമയും, ഹല്ലേലൂയ, ഭയത്തെ വിശ്വാസമാക്കി മാറ്റും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കോപമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കയ്പിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഭയത്തോടുകൂടി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് മാത്രമാണ് മാറ്റുവാൻ പറ്റുകയുള്ളൂ. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമാണ് മാറ്റാൻ പറ്റുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം ഞാൻ പറയാം. ആമേൻ. മറിയുടെ ഭവനത്തിൽ ദൂതൻ കടന്നു വന്ന്, ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിക്കുമ്പോൾ, ഇതെങ്ങനെ സംഭവിക്കും? ഇന്നും എന്റെ മുൻപിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ചോദിക്കുന്ന ചോദ്യമാണിത്, പാസ്റ്ററെ, എങ്ങനെ ഒരു അത്ഭുതം നടക്കും എന്റെ ജീവിതത്തിന്മേൽ? അതെ, എങ്ങനെ എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതൽ നടക്കും? ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വിഷയം, ഒരു തലത്തിലും വിടുതൽ കിട്ടുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. നിന്നോടുള്ള ദൂത്, പരിശുദ്ധാത്മാവിനെ നീ അനുവദിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ നീ അനുവദിച്ചു കൊടുക്കുക. ഇത് പറയുമ്പോൾ പല വ്യക്തികളുടെ മേലും ആ പരിശുദ്ധാത്മാവിന്റെ ഡിവൈനാകുന്ന പവർ ഇറങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദൂതൻ പറഞ്ഞത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആമേൻ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തു നടക്കയില്ലെന്ന് പറഞ്ഞോ, മാനുഷികമായി അസാധ്യമെന്ന് പറഞ്ഞതിനെ ദൈവം സാധ്യമാക്കും. ഇന്ന് ഈ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേവലം കുറെ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുവാനല്ല ഇവിടെ ആയിരിക്കുന്നത്. ഈ ശുശ്രൂഷകളുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ വിടുവിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ അത് ഈ ശുശ്രൂഷകളിലൂടെ സംഭവിക്കുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന് മാറ്റുവാൻ പറ്റും. കയ്പോടുകൂടി എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, ലെസ്റ്റ് ഹൃദയത്തിലാണ്. ആമേൻ. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക. ഇതിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നവരുണ്ട്. അതൊരു ബോണ്ടേജ് ആണ്. യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് ചിലർ ഇന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ?
യെഹെസ്കേലിന്റെ പുസ്തകം 36 അധ്യായം അതിന്റെ 26 വാക്യം, I will give you a new heart and put a new spirit within you. Amen. ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരികയും, ആമേൻ, പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തരികയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ഒന്നാമത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നവന്റെ സ്വഭാവത്തിന്റെ മേൽ വലിയ മാറ്റം സംഭവിക്കും. സംഭവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് കമന്റ് ചെയ്താട്ടെ, ഞാൻ പരിശുദ്ധാത്മാവിനെ എന്റെ ജീവിതത്തിന്മേൽ അനുവദിക്കുകയാണ്. എന്റെ ജീവിതത്തിന്മേൽ ഈ സീസൺ എന്ന് പറയുന്ന മാറ്റങ്ങളുടെ സീസണാണ്. ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവകരം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കട്ടെ. അത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവന്റെ ജീവിതത്തിന്മേൽ, ആമേൻ, the miracle of new life, ആമേൻ, പുതിയ ജീവിതത്തിന്റെ അത്ഭുതം അവന്റെ ജീവിതത്തിന്റെ മേൽ നടക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ഒരുപാട് വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് എന്റെ ജീവിതം ഒന്ന് മാറണം, എന്റെ സ്വഭാവം, ഞാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികമാകുന്ന സംഘർഷം, അത് കാരണം ഉറങ്ങാൻ പറ്റാതെ എന്നെ കേൾക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മൊത്തം പുതിയതാണ്. അവൻ ഇന്ന് തൊട്ട് നിങ്ങൾ ഈ ശുശ്രൂഷ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 1 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതോടൊപ്പം തന്നെ ആ സൂം മീറ്റിംഗിൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടെയാണ്. പുതിയ ജീവിതം, പഴയ അനുഭവങ്ങൾ ദൈവം മാറ്റുകയാണ്. ആ നിരാശയുടെ അനുഭവം ദൈവം മാറ്റുകയാണ്. മൂന്നാമതായി, പരിശുദ്ധാത്മാവ് വന്നാൽ സംഭവിക്കുന്നത്, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഭയങ്കരമായ ധൈര്യമുണ്ട്. The miracle of boldness, ധൈര്യത്തിന്റെ ആത്മാവിനെ കൊണ്ട് ദൈവം നിറയ്ക്കും. ഉദാഹരണം, പത്രോസ്, എടുത്തുചാട്ടക്കാരൻ എന്ന് പറയുന്ന പത്രോസ്, പല സ്ഥലങ്ങളിലും അവൻ എടുത്തു ചാടി, അബദ്ധത്തിൽ ചെന്ന് ചാടി. ആരൊക്കെയോ അബദ്ധത്തിൽ നിന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഭയം കാരണം 3 തവണയാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഒരു തവണയല്ല, 3 തവണ. ഒരു ചെറിയ പെൺകുഞ്ഞിന്റെ മുമ്പിൽ വരെ ഭയത്തിൽ നിന്നുകൊണ്ട് അവൻ തള്ളിക്കളഞ്ഞു. ഇന്ന് ആരുടെയെങ്കിലും ജീവിതത്തിന്റെ മേൽ ഭയത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ആമേൻ. ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള ഭയം, ചിലർ അങ്ങനെയുള്ള മേഖലകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ആമേൻ. രാത്രി ഒറ്റയ്ക്ക് കിടക്കുവാൻ ഭയമാണ്. റൂമുകളിൽ ഏകാന്തത ഭയപ്പെടുന്നവരുണ്ട്. ആ ഭയത്തിന്റെ ആത്മാവിനോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, വ്യക്തികളിൽ നിന്ന് വിട്ടുപോവുക. ഒരു വലിയ ധൈര്യത്തിന്റെ ആത്മാവ് ചില സഹോദരിമാരുടെ മേൽ, ചില സഹോദരന്മാരുടെ മേൽ ദൈവം ചെയ്യുകയാണ്. ഭയമെന്ന ദുരാത്മാവിനെ
ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ഭയപ്പെട്ട പത്രോസ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി. ആ നിമിഷം തൊട്ട് മുക്കുവനായിരുന്ന പത്രോസ് ആൾ മാറിയവനെ പോലെയായി. ഇന്ന് ചിലരോടുള്ള ദൂതും ഇത് തന്നെയാണ്. ഈ ശുശ്രൂഷ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി ആക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ വലിയ മാറ്റം, ആൾ മാറിയ അനുഭവം ചിലരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. 2-ാം അധ്യായം വായിച്ചു വരുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി. സ്ഥിതിയെ ദൈവം മാറ്റി, അറ്റ്മോസ്ഫിയർ ദൈവം ചേഞ്ച് ചെയ്തു. ഭയത്തിന്റെ ആത്മാവ് അവരിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, വീണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് വേണ്ടി ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല പ്രാപിച്ചത്, ശക്തിയുടെ ആത്മാവിനെയാണ് പ്രാപിച്ചത്, ബലത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. ഇതിനെതിരം നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിന് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഭയപ്പെട്ട പത്രോസ് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്നു. അവൻ പരമാനടിയായി തീർന്നു. നിങ്ങൾ ക്രൂശിച്ചവനും ഭയത്തോടുകൂടി യഹൂദ മത റോമൻ രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ മുമ്പിൽ ശക്തമേറിയ രീതിയിൽ ധൈര്യത്തോടുകൂടി അവൻ നിന്നു. അവന്റെ ഭയം, അവന്റെ ധൈര്യം കാണുകയാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇവർ പറയുന്ന വാക്കിനു മുമ്പ് ഈ യഹൂദജനത്തിന്റെ നട്ടെല്ലിളകിപ്പോയി. അത്രയ്ക്ക് ശക്തിയോടുകൂടി അവൻ നിൽക്കുവാനിടയായി തീർന്നു. ഇത് പറയുമ്പോൾ ചിലരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ധൈര്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. ഭയത്തിന്റെ ആത്മാവിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. അടുത്തത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മാവ് കാര്യങ്ങൾ ഏറ്റെടുക്കും. പിന്നെ നിന്നെ ഗൈഡ് ചെയ്യുന്ന നീയല്ല, പരിശുദ്ധാത്മാവായിരിക്കും ഗൈഡ് ചെയ്യുക. ഞാൻ ഒരിക്കൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ കോർഡിനേറ്റർ, ദ ബെസ്റ്റ് കോർഡിനേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ്. നിനക്കു വേണ്ടി ദൈവം കാര്യം ഓർഗനൈസ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദൂതിനെ ഏറ്റെടുത്തോ. ഈ 2026 മെയ് പല വ്യക്തികൾക്കും വേണ്ടി ദൈവം കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യും. നിന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ ജോലിക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം കാര്യങ്ങൾ കരുതിക്കൊള്ളും. സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. ഇന്ന് ഏതെങ്കിലും കുടുംബ ജീവിതത്തിന്മേൽ ഐക്യതയില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ ആ സ്പിരിറ്റിനെ ഞാൻ ക്യാൻസൽ ചെയ്യാണ്. ഐക്യത യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ഈ നിമിഷം വരെ നിങ്ങൾ കണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. വലിയ മാറ്റം ദൈവം നിങ്ങളുടെ ജീവിതത്തിന് മേൽ ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ കുടിവരവുകളും വിടുതലും ശുശ്രൂഷകളും പാലക്കാട് വെച്ചാണ് നടത്തപ്പെടുന്നത്. പാലക്കാട് JB റോഡിലുള്ള, സുൽത്താൻ പേട്ടിന്റെ അടുത്തുള്ള JB റോഡിലുള്ള ജോബീസ് മാൾ എന്നറിയപ്പെടുന്ന ജോബീസ് മാൾ, അതിന്റെ 4-ാം നിലയിലുള്ള സിൽവർ ഹാളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയോടെ ഉണ്ടായിരിക്കുന്നതായിരിക്കാം. വലിയ വിടുതലുകൾ ദൈവം ഈ സീസണിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് എടുത്തു വരികയാണ്. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റും.
പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പ്രൈസ് ദി ലോർഡ് പുതിയത് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പ്രൈസ് ദി ലോർഡ് ആമേൻ അതിശക്തമേറിയ ധൈര്യം കൊണ്ട് നിറയ്ക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മേൽ ഐക്യത കൊണ്ട് നിറയ്ക്കാൻ പറ്റും. ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ ബ്രോക്കണായ അനുഭവത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അത്ഭുതത്തെ ഞാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ രാവിലെ 7 മണിക്ക് നമ്മൾക്ക് ലൈവായി നമ്മളുടെ മീറ്റിങ്ങുകളുണ്ട്. അതോടൊപ്പം തന്നെ രാത്രി വിടുതൽ ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട്. ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. God bless you all.